ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സങ്കേത നഗരങ്ങൾ എന്നൊരു സങ്കല്പമുണ്ട്. സംഖ്യാപുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും പ്രതിപാദിക്കുന്ന ഇങ്ങനെയുള്ള 6 നഗരങ്ങൾ. വളരെ ശ്രദ്ധേയമാണ് ആ നഗരങ്ങളുടെ ചരിത്രം. അബദ്ധവശാൽ ഒരുവൻ മറ്റൊരുവനെ വധിച്ചു പോയാൽ, കൊന്നുപോയാൽ, ആ മഹാപാപം ചെയ്യുമ്പോഴും അവൻ ഓടി ഈ സങ്കേത നഗരത്തിൽ എത്തുകയാണെങ്കിൽ ആ നഗരം അവനെ സംരക്ഷിക്കും. ആർക്കും അവനെ തൊടുവാൻ അനുവാദമില്ല, അർഹതയില്ല. അക്കാലങ്ങളിലെ മഹാപുരോഹിതന്റെ മരണം വരെ ആ കൊലപാതകൻ, അബദ്ധവശാൽ പാപം ചെയ്തവന് ആ സങ്കേത നഗരത്തിൽ ജീവിക്കുക. മഹാപുരോഹിതൻ മരിച്ചു കഴിയുമ്പോൾ അവന് തന്റെ സ്വന്തം അവകാശത്തിലേക്ക് സുരക്ഷിതനായി മടങ്ങിപ്പോകാം. വെറുതെ ഒരു മടങ്ങിപ്പോക്കല്ല, പുതുക്കപ്പെട്ടവനായി, നവീകരിക്കപ്പെട്ടവനായി, കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം. സ്നേഹിതരെ, ഈ നോമ്പും ഒരു സങ്കേത നഗരമാണ്, ഒരു സങ്കേതത്തിന്റെ ഇടമാണ്. അബദ്ധവശാൽ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഓടി ഈ സങ്കേത നഗരത്തിലേക്ക് എത്താം. ഈ സങ്കേത നഗരം നമ്മെ പരുവപ്പെടുത്തുന്ന, നമ്മെ മെച്ചപ്പെടുത്തുന്ന, സംരക്ഷിക്കുന്ന ഇടങ്ങളാണ്. നമുക്കും ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവിന്റെ മരണത്തോളം, അല്ലെ അതിനുമപ്പുറത്ത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനോളം ഈ നോമ്പാകുന്ന സങ്കേത നഗരം നമ്മെ കാക്കുകയാണ്. പുതുക്കപ്പെട്ടവരായി നമ്മുടെ അവകാശങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വിശുദ്ധി അത് കൂടുതൽ പ്രകാശിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.